Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂണിറ്റ് 3യിലുള്ള മെറ്റാബോളിക് ഫങ്ഷൻസ് വരെയായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർ കണക്ഷൻസ് ബിറ്റ്വീൻ മെറ്റാബോളിക് പാത്വേസ് ആണ്. അതിൽ എന്തൊക്കെ ഇൻ്റർ കണക്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു മെറ്റാബോളിക് പാത്വേസ് തമ്മിലുള്ളതെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒന്ന് എനർജി ബാലൻസ്. എനർജി ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് കറക്റ്റായിട്ട് എനർജി ബാലൻസ് ഉണ്ടായിരിക്കണം. ഇത് നമുക്ക് കറക്റ്റാക്കി നമ്മുടെ ബോഡിയുടെ എനർജി ബാലൻസ് കറക്റ്റാക്കിയിട്ട് വെക്കുന്നതും അതുപോലെ തന്നെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതും എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ ഇവയൊക്കെ മെറ്റാബോളിസം നടന്നതിന് ശേഷമാണ്. ഇതിൻ്റെ മെറ്റാബോളിസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ ഡെയിലി കഴിക്കുന്ന ഇൻടേക്കിനനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ് ഒക്കെ എത്തുന്നത്. അതിനനുസൃതമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് പറയുന്നത് മെറ്റാബോളിക് ഫ്ലെക്സിബിലിറ്റി ആണ്. മെറ്റാബോളിക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ the ability to switch between using carbohydrates and fat as fuel sources, which is crucial for athletes and individuals with the metabolic disorders. അതായത് ഇതിൽ നമുക്ക് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്താണ് ഫ്യൂവൽ സോഴ്സായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. ഇത് നമുക്ക് മെയിനായിട്ടുള്ള അത്ലറ്റ്സ് അതുപോലെ തന്നെ മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ഉള്ളവരിലൊക്കെ എന്താണ് നമുക്ക് എനർജി കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് കിഡ്നി ഡിസീസ്. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് കിഡ്നി ഡിസീസിൽ എന്താണ് കാര്യം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് അതുപോലെ തന്നെ റീനൽ ഫെയിലിയറൊക്കെ വന്നിട്ടുള്ള ആളുകളിൽ the metabolism of these macronutrients can be altered, necessitaries specific dietary modification to manage protein, carbohydrates and lipid intake എഫക്റ്റീവ്ലി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്ററി മോഡിഫിക്കേഷൻ വഴിയാണ് നമുക്ക് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ് ഇൻടേക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇംപ്ലിക്കേഷൻ ഫോർ ന്യൂട്രീഷൻ ഇൻ റീനൽ ഡിസീസാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് അമിനോ ആസിഡാണ്. അമിനോ ആസിഡ് എന്ന് പറയുമ്പം നമ്മുടെ പേഷ്യൻസിന് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിന് നമുക്ക് പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ പേഷ്യൻറ്റിന് എന്താണ് പോഷകാഹാരക്കുറവ് നമുക്ക് ഉണ്ടാവാനും പാടില്ല. അപ്പം അങ്ങനെയുള്ള രീതിയിൽ വേണം എന്ത് കൊടുക്കാനായിട്ട്? പ്രോട്ടീൻ്റെ അളവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ അളവിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് യൂറിയ ആൻഡ് നൈട്രജനസ് വേസ്റ്റിൻ്റെ അക്യുമുലേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. ഇനി കാർബോഹൈഡ്രേറ്റ്സ് അഞ്ചിനെങ്കിൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഡയബറ്റസ് അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെയുള്ള ആളുകളിൽ കാർബോഹൈഡ്രേറ്റ്സുകൾ നമ്മൾ ഒരു മിനിമം ലെവലിലാണ് കൊടുക്കേണ്ടത്. കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവലുകൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാവാൻ ചാൻസുകളുണ്ട്. അടുത്ത പറയുന്നത് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിപ്പിഡ്സ് എന്തിനെ കുറയ്ക്കുന്നു? സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് കൊളസ്ട്രോളിൻ്റെ ഇൻടേക്കിനെ ഈ ലിപ്പിഡ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ്യൂസിങ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ ഇൻടേക്ക് ഈസ് ക്രിട്ടിക്കൽ ഫോർ മാനേജിങ് കാർഡിയോവാസ്കുലർ റിസ്ക് ഇൻ പേഷ്യൻറ്റ് വിത്ത് റീനൽ ഡിസീസസ്. നമുക്ക് ഫാറ്റും അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റും കൊളസ്ട്രോൾ ഇൻടേക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? നമ്മുടെ കാർഡിയോവാസ്കുലർ റിസ്കുകളൊക്കെ മാനേജ് ചെയ്തിട്ട് നമ്മുടെ റീനൽ ഡിസീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. അടുത്ത പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഇൻ ക്രോണിക് കിഡ്നി ഡിസീസ്, ഹീമോഡയാലിസിസ് ആൻഡ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പോൾ എങ്ങനെ ഇത് നമുക്ക് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി ഡിസ്ഫങ്ഷനൊക്കെയുള്ള പേഷ്യൻസിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡൊക്കെ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റൂല. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റുകളൊക്കെ എക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റും ഫ്ലൂയിഡ്സൊക്കെ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മുടെ കിഡ്നിക്ക് റിമൂവ് ചെയ്യാനായിട്ടും പറ്റില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് മൂലം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഫ്ലൂയിഡിൻ്റെയൊക്കെ അളവിൽ നമ്മൾ മാനേജ് ചെയ്ത് പോകണം. എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമ്മുടെ ഹെൽത്ത് ഓക്കെ ആക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ടോപ്പിക്ക് വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആണ്. ഫ്ലൂയിഡ് ഇംബാലൻസ് എന്ന് പറയുന്നത് അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് ഫ്ലൂയിഡ് ഇംബാലൻസ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് ആൻഡ് ഡയാലിസിസ് പേഷ്യൻസിലാണ് നമുക്ക്
ഇങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡ് ഇംബാലൻസ് കണ്ടീഷൻ എന്ന് വരുന്നത്, അതായത് എക്സസ് ആയിട്ടുള്ള വാട്ടർ, അതുപോലെ തന്നെ വാട്ടർ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും, ഹൈപ്പർ ടെൻഷൻ, എഡിമ, ഹാർട്ട് ഫെയിലർ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. രണ്ടാമത് വരുന്നത് ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് CKD പേഷ്യൻസിൽ കൂടുതൽ, അതായത് നമുക്ക് ഈ ഡീഹൈഡ്രേഷൻ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് CKD പേഷ്യൻസിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള വെള്ളത്തിനെ കളയുന്നതോടൊപ്പം തന്നെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ്. ഫസ്റ്റ് വരുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം എന്ന് പറയുന്നത് ഹൈപ്പർ കലീമിയ കണ്ടീഷൻ. ഹൈപ്പർ കലീമിയ എന്ന് പറഞ്ഞാൽ ഹൈ പൊട്ടാസ്യം ലെവൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷൻ കാരണം നമുക്ക് നമ്മുടെ റീനൽ എക്സ്ക്രീഷൻ, അതായത് ഈ ഒരു കണ്ടീഷനിൽ എന്താണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീനൽ എക്സ്ക്രീഷനിൽ പൊട്ടാസ്യം പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് പൊട്ടാസ്യം നിലനിൽക്കുന്നതും. ഇത് പിന്നീട് എന്തിന് കാരണമാവാം, കാർഡിയാക് കോംപ്ലിക്കേഷൻസിന് കാരണമാവാം. അടുത്ത വരുന്നത് സോഡിയമാണ്. സോഡിയം എന്ന് പറയുന്നത് സോഡിയം റിട്ടൻഷൻ നമുക്ക് ക്യാൻ ലീഡ് ടു ഫ്ലൂയിഡ് റിട്ടൻഷൻ ആൻഡ് ഹൈപ്പർ ടെൻഷൻ. അതായത് ഈ സോഡിയം അധികമായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടാവാനും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനും സാധ്യതകൾ ഉണ്ട്. അടുത്ത ഫോസ്ഫറസ് ആണ് വരുന്നത്. ഫോസ്ഫറസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഫോസ്ഫറസ് ലെവലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോൺ ഡിസീസുകൾക്കും കാർഡിയോവാസ്കുലർ പ്രോബ്ലംസിനും കാരണമാവാം. നെക്സ്റ്റ് വരുന്നത് കാൽസ്യം ആണ്. കാൽസ്യം എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ഇംബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോൺ ഹെൽത്തിനും അതുപോലെ തന്നെ സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനൊക്കെ കാരണമാകുന്നുണ്ട്. അടുത്ത് വരുന്നത് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഫോർ CKD ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്ലൂയിഡ് മാനേജ്മെൻ്റ് ആണ്. ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ പേഷ്യൻ്റെ ശരീരത്തിൽ ഫ്ലൂയിഡിന് ഒരു ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻടേക്ക് കുറയ്ക്കുക, അതുപോലെ തന്നെ ഇൻടേക്ക് യൂറിൻ ഔട്ട്പുട്ടുകൾ കൃത്യമാക്കുക എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ഫ്ലൂയിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൃത്യമാക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും ഫങ്ഷനിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നടക്കില്ല. Restriction is usually calculated by estimating urine output plus an additional allowance. അതായത് നമുക്ക് റെസ്ട്രിക്ഷൻ ഓഫ് യൂറിൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിൻ ഔട്ട്പുട്ടിനോടൊപ്പം പ്ലസ് അഡീഷണൽ എലവൻസും കൂടി ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് എത്രത്തോളം ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ നമുക്ക് ചെയ്യണം എന്നുള്ളതിന് അളവ് കണ്ടുപിടിക്കുന്നത്. അടുത്ത് വരുന്നത് മോണിറ്ററിംഗ് ആണ്. റെഗുലർ അസസ്മെൻറ്റ്, നമുക്ക് റെഗുലറായിട്ട് വെയിറ്റ് നമ്മൾ നോക്കുക, ബ്ലഡ് പ്രഷർ നോക്കുക, അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഓവർലോഡൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്നതിൻ്റെ എന്തെങ്കിലും സിംറ്റംസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എഡിമ, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത് വരുന്നത് ഇലക്ട്രോലൈറ്റ് മാനേജ്മെൻ്റ് ആണ്. എങ്ങനെ ഇലക്ട്രോലൈറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാം? ഫസ്റ്റ് വരുന്നത് ഡയറ്ററി മോഡിഫിക്കേഷനാണ് വരുന്നത്. ഫസ്റ്റ് പൊട്ടാസ്യം ആണ്. അപ്പോൾ ഹൈ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ലിമിറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ബനാന, ഓറഞ്ച്, പൊട്ടാറ്റോസ് ഒക്കെയാണ്. അതുപോലെ തന്നെ സിറം പൊട്ടാസ്യം ലെവലുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത് വരുന്നത് സോഡിയമാണ്. സോഡിയം എന്ന് പറയുന്നത് ലോ സോഡിയം ഡയറ്റ് ടു മാനേജ് ഹൈപ്പർ ടെൻഷൻ. നമ്മൾക്കറിയാം സോഡിയത്തിൻ്റെ ലെവൽ കൂടുതലാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപ്പിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാനും സാധിക്കും, ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനും ഫ്ലൂയിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ പ്രോസസ്ഡ് ഫുഡുകൾ, സോൾട്ടി ഫുഡ്സ്, ഇതൊക്കെ നമ്മൾ മിനിമൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിൽ വരുന്നത് ഹൈ ഫോസ്ഫറസ് ഫുഡുകളായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഡയറി പ്രൊഡക്ട്സ്, നട്ട്സ്, പ്രോസസ്ഡ് മീറ്റ്സ്, ഇതൊക്കെ നമ്മൾ റെസ്ട്രിക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഫോസ്ഫറസ് ബൈൻഡേഴ്സ് ടു കൺട്രോൾ സിറം ഫോസ്ഫറസ് ലെവൽസ്. ഫോസ്ഫറസ് ബൈൻഡേഴ്സ് വഴി നമുക്ക് സിറം ഫോസ്ഫറസ് ലെവലുകൾ കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് കാൽസ്യം. കാൽസ്യം എന്ന് പറയുന്നത് നമുക്ക് എൻഷുർ അഡീക്വേറ്റ് കാൽസ്യം ഇൻടേക്ക് ബട്ട് അവോയ്ഡ് എക്സസീവ് കാൽസ്യം സപ്ലിമെൻറ്റ്സ് എസ്പെഷ്യലി ഇൻ പേഷ്യൻസ് വിത്ത് ഹൈ ഫോസ്ഫറസ് ലെവൽസ്. കാൽസ്യം എന്ന് പറയുമ്പോൾ നമുക്ക് അഡീക്വേറ്റ് ആയിട്ടുള്ള കാൽസ്യം ഇൻടേക്ക്
എന്താണ് ഇൻടേക്കാണോ നമ്മൾ എടുക്കുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ എക്സസീവായിട്ടുള്ള കാൽസ്യം സപ്ലിമെൻറ്റുകൾ നമ്മുടെ പേഷ്യൻറ്റിന് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം.